ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്രിസാറ്റിൻ്റെ അലോട്ട്മെൻറ്റ്സ് ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ബിടെക്കിൻ്റെ സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണ് ഇന്ന് 5 മണി വരെയാണ് സെക്കൻഡ് സ്പോട്ടിന് കൊടുക്കേണ്ട സമയം. അപ്പോൾ അത് കൊടുക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇന്ന് 5 മണിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യും കേട്ടോ സ്പോട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് സീറ്റ് വേക്കൻസി ഇട്ടിട്ടുണ്ട് ബിടെക്കിൻ്റെ 23-ാം തീയതി വരെയുള്ള സ്റ്റാറ്റസ് വെച്ചിട്ട്, ഇന്നലെ വരെയുള്ള ഇത് വെച്ചിട്ട് വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. തൃക്കാക്കരയിൽ സിവിലിൽ ജനറൽ കാറ്റഗറിയിൽ ഇപ്പോൾ 2 വേക്കൻസി കാണുന്നുണ്ട്. മുസ്ലിം ഒരു വേക്കൻസി ഉണ്ട്, OBX ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ലാസ്റ്റ് നമ്മൾ നോക്കിയാലുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറൽ 3 വേക്കൻസിയും, മുസ്ലിം ഒരു വേക്കൻസിയും, OBH ഒരു വേക്കൻസിയും, PHC 5, പിന്നെ CGW ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. NRIയിലെ 3 വേക്കൻസി ഉണ്ട്. അപ്പോൾ അതാണ് സിവിലിൻ്റെ കേസ്. CS സ്റ്റേറ്റ് മെറിറ്റിൽ വേക്കൻസി ഒന്നുമില്ല. അതേസമയം ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറൽ 3 വേക്കൻസി ഉണ്ട്, PHC 4 വേക്കൻസി ഉണ്ട് കേട്ടോ. NRIയിൽ വേക്കൻസി ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ട്രിപ്പിളിയിൽ KST ഒരു വേക്കൻസിയും, OBX ഒരു വേക്കൻസിയും വന്നിട്ടുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് മെറിറ്റിലായിരുന്നു അത്. ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറൽ 3 വേക്കൻസി ഉണ്ട്, LC ഒരു വേക്കൻസി ഉണ്ട്, PHC 2 വേക്കൻസി ഉണ്ട്, CGW 3 വേക്കൻസി ഉണ്ട് കേട്ടോ. പിന്നെ NRI കേസിൽ ട്രിപ്പിളിക്ക് 2 വേക്കൻസി ഉണ്ട്. ECയുടെ കാര്യമാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ജനറലിൽ 1 വേക്കൻസി ഉണ്ട്, അതേസമയം KST 1 വേക്കൻസി ഉണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ ജനറൽ 3 വേക്കൻസി ഉണ്ട്, മുസ്ലിം 2 വേക്കൻസി ഉണ്ട്, KST 1 വേക്കൻസി, PHC 5 വേക്കൻസി, CGW 4 വേക്കൻസിയാണ്. NRIയിൽ വേക്കൻസി ഒന്നുമില്ല. ITക്കാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 1 വേക്കൻസി ഉണ്ട്, LC 1 വേക്കൻസി ഉണ്ട്. സമയം ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ ജനറലിന് 3 വേക്കൻസി ഉണ്ട്, VSK 1 വേക്കൻസി ഉണ്ട്, പിന്നെ KST 1 വേക്കൻസി ഉണ്ട്, PHCക്ക് 5 വേക്കൻസി ഉണ്ട്. NRIക്ക് ITക്ക് വേക്കൻസി ഒന്നുമില്ല. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ജനറൽ 1 വേക്കൻസി വന്നിട്ടുണ്ട്, EWS ഒന്നുണ്ട്, പിന്നെ മുസ്ലിം 1 വേക്കൻസി ഉണ്ട്, KSC 1, OBX 1 വേക്കൻസി ഉണ്ട്. ബിടെക് സ്റ്റേറ്റ് മെറിറ്റിലായിരുന്നത് മെക്കാനിക്കൽ. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ ജനറൽ 1 വേക്കൻസിയും, ETB 1 വേക്കൻസി ഉണ്ട്, KST 1 വേക്കൻസി ഉണ്ട്, CGW 1 വേക്കൻസി ഉണ്ട്, NRIയിൽ 1 വേക്കൻസിയും കൂടി ഉണ്ട് കേട്ടോ. ഇനി SF ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ KST ആണ് 1 വേക്കൻസി ഉള്ളത്. അതേസമയം ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറലിലാണ് 2 വേക്കൻസി ഉണ്ട് കേട്ടോ. SF ഫയർ ആൻഡ് സേഫ്റ്റിക്ക്. പിന്നെ ഉള്ളത് JU ആണ് 1 വേക്കൻസി. NRI വേക്കൻസി ഒന്നുമില്ല ഫയർ ആൻഡ് സേഫ്റ്റിക്ക്. നേവൽ ആർക്കിടെക്ചറിന് വേക്കൻസികളൊന്നുമില്ല കേട്ടോ ഒരു കാറ്റഗറിയിലും. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷന് ഉണ്ട് ജനറൽ 2 വേക്കൻസി, പിന്നെ EWS ഒന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ റിസർവേഷൻസിനും ഓരോ വേക്കൻസി ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ പോളിമറിനും ഉണ്ട് ജനറൽ 2 വേക്കൻസി, പിന്നെ EWS 2, വേറെ 1 വേക്കൻസിയും കൂടി ഉണ്ട് ഒരു റിസർവേഷന്. ഇൻഡിക്കേറ്റഡ് MSc ഫോട്ടോണിക്സിന് ആകെ 1 വേക്കൻസി ഉള്ളൂ കേട്ടോ. ഇൻഡിക്കേറ്റഡ് MSc ഫോട്ടോണിക്സ് NRI സീറ്റിൽ വേക്കൻസി ഒന്നുമില്ല. അതേസമയം 1 വേക്കൻസി ഉള്ളത് PMCക്കാണ്. പിന്നെ എല്ലാം കുട്ടനാട് വേക്കൻസികളാണ്. കുട്ടനാടും ഉണ്ട് അത്യാവശ്യം കൂടുതൽ വേക്കൻസീസ് ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ CEക്ക് 5 ഉണ്ട്, പിന്നെ EWS 4 ഉണ്ട്. അങ്ങനെ പല റിസർവേഷനും 1-2 വേക്കൻസീസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഓൾ ഇന്ത്യ മെറിറ്റിലും സിവിൽ എഞ്ചിനീയറിങ്ങിന് 9 വേക്കൻസി ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിനാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 3 വേക്കൻസി ഉണ്ട് കേട്ടോ. ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ 2 വേക്കൻസി ഉണ്ട് ഒരു റിസർവേഷന്. പിന്നെ NRI 2 ഉണ്ട്. അതേപോലെ ട്രിപ്പിളിക്ക് ജനറൽ 6 വേക്കൻസി ഉണ്ട്, EWS 4 വേക്കൻസി ഉണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. സമയം ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറലിന് 8 വേക്കൻസി ഉണ്ട് കേട്ടോ. NRIക്ക് ഉണ്ട് 3 വേക്കൻസി. അപ്പോൾ EC ഒക്കെ ആണെങ്കിൽ ജനറൽ 1 വേക്കൻസി, EWS 3 വേക്കൻസി, മുസ്ലിം 1 വേക്കൻസി, അങ്ങനെയൊക്കെയാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറൽ 10 ഉണ്ട്,
പിന്നെ മുസ്ലിം 1, പിന്നെ വേറെ കുറച്ച് റിസർവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. NRIയിൽ 3 സീറ്റ് ഉണ്ട് ട്രിപ്പിളിക്ക്. ട്രിപ്പിളല്ല, നമ്മൾ ECയുടെ കാര്യമാണ് പറഞ്ഞത്. ECക്ക് ഇനി വരുന്നത് IT ആണ്. ITക്ക് ജനറലിൽ 4 സീറ്റ് ഉണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ 6 സീറ്റ്. EWS 3 ഉണ്ട് IT സ്റ്റേറ്റ് മെറിറ്റിൽ. പിന്നെ NRI വേക്കൻസിയും ഉണ്ട് 2 എണ്ണം. ലാസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 5 വേക്കൻസിയും ഓൾ ഇന്ത്യ മെറിറ്റിൽ 6 വേക്കൻസി ഉണ്ട് കേട്ടോ ജനറൽ കാറ്റഗറിക്ക്. പിന്നെ കുറച്ച് റിസർവേഷൻസിലുണ്ട്. NRI 3 സീറ്റുണ്ട്. അപ്പോൾ എല്ലാവരും വേക്കൻസീസ് ലിസ്റ്റൊക്കെ അറിയുന്നവർക്ക് ഇത് നോക്കാം, സൈറ്റിലുണ്ട്, ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ സ്പോട്ടിൻ്റെ അപ്പോൾ കൊടുക്കേണ്ടവർക്ക് 27-28 തീയതിയായിട്ടായിരിക്കും സ്പോട്ട് നടക്കുക നവംബർ. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഇന്ന് തന്നെ 5 മണിക്ക് മുമ്പായിട്ട് സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ക്യുസാറ്റ് അഡ്മിഷൻ്റെ പുതിയ അപ്ഡേറ്റ് ഒക്കെ ഞാൻ വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ ബൈ.